ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 42 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. അത്യുച്ചത്തിൽ അവൾ മറിയാമിനോട്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഉദരഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഈ ഭാഗ്യം എനിക്കെവിടെ നിന്ന്? എന്തെന്നാൽ കണ്ടാലും നിന്റെ സമാധാനത്തിൻ്റെ ശബ്ദം എൻ്റെ ചെവികളിൽ വീണപ്പോൾ പ്രജ എൻ്റെ ഉദരത്തിൽ വലിയ സന്തോഷത്തോടെ തുള്ളി. കർത്തൃ സന്നിധിയിൽ നിന്ന് തന്നോട് സംസാരിക്കപ്പെട്ടവർക്ക് നിവൃത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് പറഞ്ഞു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ഭാരയ്ക്കുമോ? അതുവരെ ഒളിച്ച് താമസിക്കുന്ന വൃദ്ധയായ അമ്മയാകാൻ പോകുന്ന എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അത്യുച്ചത്തിൽ ഈ ലോകത്തോട് പ്രൊക്ലെയിം ചെയ്യുകയാണ്. സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ് വിശുദ്ധ കന്യക മറിയം എന്നുള്ള ആ വലിയ സത്യം. അവളിൽ ഉത്ഭവിക്കുന്ന കുഞ്ഞ് കർത്താവാണ്, മെശിഹായാണ് എന്ന് പരിശുദ്ധാത്മാവ് തിരിച്ചറിവ് കൊടുത്ത ആ ഒരു സുന്ദര മുഹൂർത്തം. ആ വൃദ്ധയായ സ്ത്രീ, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്കെവിടെ നിന്ന് എന്ന് ചോദിക്കുകയാണ്. തന്നിലും വളരെ ചെറുപ്പമായ മറിയത്തിനോട്, അതും സമൂഹത്തിൽ ഒരു ശ്രേഷ്ഠ സ്ഥാനം വഹിക്കുന്ന ഒരു പുരോഹിതൻ്റെ ഭാര്യയായ എലിസബത്ത് സന്തോഷം കൊണ്ടാണ് മാതാവിനോട്, വിശുദ്ധ കന്യക മറിയാമിനോട് ഇങ്ങനെ ചോദിക്കുന്നത്. നമുക്കറിയാം, ദൈവദൂതനിൽ നിന്നും മനുഷ്യനിൽ നിന്നും ഒരേ സമയം സ്തുതികൾ, ആരാധനകൾ ലഭിക്കുന്ന ദൈവപുത്രനെ ഉദരത്തിൽ പേറുന്ന വിശുദ്ധ കന്യക മറിയം. മറിയം എൻ്റെ കർത്താവിൻ്റെ, ദൈവത്തിൻ്റെ അമ്മയാണ് എന്ന് ഏറ്റുപറയുന്ന മനുഷ്യകുലത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന എലിസബത്ത്. തൊട്ടു മുൻപ് നമ്മൾ കാണുന്നുണ്ട്, നിന്നിൽ നിന്ന് ജനിക്കുന്നവൻ പരിശുദ്ധനാകുന്നു, അവൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന് ഏറ്റുപറയുന്ന ദൈവദൂതന്മാരുടെ തലവൻ ഗബ്രിയേൽ മാലാഖ. ഈ രണ്ട് ഏറ്റുപറച്ചിലുകളും നമ്മുടെ നല്ല ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. അതെ, ജനിക്കുവാൻ പോകുന്ന പൈതൽ, അവൻ ഒരേ സമയം മനുഷ്യനും ദൈവവുമാണ് എന്ന ആ വലിയ സത്യം, അത് ഞങ്ങൾ ഓരോരുത്തരിലും ദൈവമേ, നീ ആഴത്തിൽ ആ ഒരു നല്ല ചിന്ത പതിപ്പിക്കണമേ. അവനെ ആരാധിക്കുവാനും അവനെ സ്തുതിക്കുവാനും അവന് മഹത്വം കരയേറ്റുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ദൈവമേ ഈ ദിവസങ്ങളിൽ, പൈതലാം യേശുവിൻ്റെ ജനനത്തിനുള്ള ഈ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളിൽ ഞങ്ങളെ ഓരോരുത്തരെയും യേശുവിൻ്റെ മുന്നോട്ടക്കാരനായി, യേശുവിൻ്റെ സന്ദേശവാഹകനായി ജനിക്കുവാൻ പോകുന്ന ആ യോഹന്നാൻ സ്നാപകൻ അമ്മയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് തുള്ളി ചാടിയ പോലെ കർത്താവെ, സന്തോഷമുള്ള ഹൃദയത്തോടെ നിന്നെ വരവേൽക്കുവാൻ എൻ്റെ ഹൃദയത്തിലേക്ക്, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നീ ജനിക്കുവാൻ കർത്താവെ, ഞങ്ങളുടെ ഹൃദയം ശുദ്ധമുള്ള ഹൃദയമാക്കി മാറ്റുവാൻ മാതാവിൻ്റെ മധ്യസ്ഥത, പ്രാർത്ഥന ഞങ്ങൾക്ക് മുഖാന്തരമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.